ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും F2 ക്രിയേറ്റീവ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്നേക്ക് സ്റ്റിക്കുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ എല്ലാ വീടുകളിലും കരുതി വെക്കേണ്ട ഒരു വസ്തുവാണ് ഈ സ്നേക്ക് സ്റ്റിക്ക്. അത്യാവശ്യം പാമ്പിനെ പിടിക്കുക മാത്രമല്ല, ഫ്രൂട്ട്സുകൾ സപ്പോട്ട, പപ്പായ, പേരയ്ക്ക എന്നീ ഹൈറ്റിലുള്ള എല്ലാ വസ്തുക്കളും നമുക്കിത് നിഷ്പ്രയാസം കട്ട് ചെയ്ത് താഴ്ത്തി വീഴാതെ നമുക്കിത് സുരക്ഷിതമായിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തിക്കാൻ പറ്റും. ഈ സ്റ്റിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് കാണണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പണിപ്പുരയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, നമ്മൾ കണ്ട സ്നേക്ക് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് മെയിൻ കണ്ടന്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഈ എല്ലാ കിച്ചണിലും ഉപയോഗിക്കുന്ന ഈ ഹാൻഡ് പ്ലക്കർ ഉപയോഗിച്ചിട്ടാണ്. ഈ ഹാൻഡ് പ്ലക്കറിൻ്റെ ഈ ഒരു പോർഷൻ്റെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത്. നല്ലവണ്ണം ഹീറ്റ് ചെയ്തിട്ടാണ് ഇതൊന്നിങ്ങനെ നമ്മൾ ബെൻഡ് തിരിച്ചിട്ടുള്ളത്. നമുക്കപ്പോൾ ഇതൊന്ന് ഹീറ്റ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നല്ലവണ്ണം ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഇതിൻ്റെ അഗ്രഭാഗം സ്ട്രൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലക്കർ മുട്ടി വരുമ്പോൾ ഇതിൻ്റെ ഇതേ ഭാഗം 90 ഡിഗ്രിയിലേക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കണം. അതിനും നല്ലവണ്ണം ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് വേണം ഒന്ന് ബെൻഡ് ചെയ്യണമെങ്കിൽ. നമുക്ക് ഹീറ്റ് ചെയ്തിട്ട് ഇതിനെ ബെൻഡ് ചെയ്യാം.
നമ്മൾ ഈ സൈഡ് 90 ഡിഗ്രിയിലേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചൂടൊന്ന് കുറക്കണം, എന്നാലും നമുക്ക് അവിടെ പിടിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളുണ്ടാക്കുന്ന ഈ സ്നേക്ക് സ്റ്റിക്കിന് വളരെ സിമ്പിൾ മെത്തേഡാണ്. ഈ പ്ലക്കറാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഈ ഒരു പോർഷൻ, ഈ ഒരു ഭാഗമാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇതിലാണ് നമ്മൾ സ്പ്രിങ് ലോഡ് ചെയ്യുന്നത്. ഈ ഒരു നമ്മൾ 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്തിട്ടുള്ള ഈ ഭാഗത്താണ് നമ്മൾ സ്പ്രിങ് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്രയും സിമ്പിളായിട്ട് ഇതിങ്ങനെ വർക്ക് ചെയ്യും. ഇതിൻ്റെ ഈ ഫിക്സ്ഡ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ യാതൊരു തരം ടീത്തുകളും ഉപയോഗിക്കുന്നില്ല. ഈ ഭാഗത്ത് നമ്മൾ ചെറിയ ചെറിയ ടീത്തുകൾ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പാമ്പൊക്കെ പെട്ടെന്ന് ഇങ്ങനെ അതിന് പിടിക്കുന്ന സമയത്ത് നമ്മൾ റെസ്ക്യൂ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ അത് നമ്മളിന്ന് വഴുതി പോകാൻ ചാൻസ് കൂടുതലായിരിക്കുള്ളൂ. അത് വിഷമുള്ളതും വിഷമില്ലാത്ത പാമ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെറിയ ടീത്തുകളായിട്ട് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മുറിവ് പറ്റാത്ത രീതിയിലാണ് ടീത്തുകൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു ചാനലിൽ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് വെൽഡ് ചെയ്തിട്ട് അതുപോലെയാണ് നമ്മൾ GIയുടെ പൈപ്പ് നല്ല ലെങ്ത്തിൽ, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല ലെങ്ത്തിലൊരു പൈപ്പാണ് ഉപയോഗിക്കുന്നത്. അത് അത്യാവശ്യം നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സപ്പോട്ട, അതുപോലെ പപ്പായ, പേരക്ക ഒക്കെ പൊട്ടിക്കാനൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. താഴ്ത്തി വീഴാതെ നമുക്ക് ഇതിനെ ഫ്രൂട്ട്സുകൾ പറിച്ചെടുക്കാൻ പറ്റും. പാമ്പിനെ പിടിക്കുക മാത്രമല്ല ഇതിൻ്റെ ഉദ്ദേശം, ഫ്രൂട്ട്സുകൾ പറിക്കാനും കൂടിയാണ് ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ നല്ല ലെങ്ത്തിലാണ് GI ട്യൂബ് ഇത് വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഈ ഒരു ഘട്ടത്തിൽ ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഭാഗത്തുനിന്ന് കട്ട് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് വെൽഡ് ചെയ്യാം. ഇങ്ങനെ സ്വിച്ച് ഇപ്പൊ നമ്മ ഈ ഒരു GIയുടെ സംഭവം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1 ഇഞ്ച് കൂടുതലുണ്ട്. ആ ഭാഗം നമ്മൾ ഇതിൽ ഫിക്സ്ഡ് ചെയ്ത് വെൽഡ് ചെയ്തിട്ട് ഇതിന്റെ ഈ ഭാഗത്താണ് പൈപ്പ് നമ്മൾ വെൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഭാഗം ശരിക്കും വെൽഡ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കും. ഈ 90 ഡിഗ്രി വളച്ച ഭാഗത്താണ് സ്പ്രിങ് ലോഡ് ചെയ്യുന്നത്. അതിന് ഇവിടെ ഒരു വാഷർ വെച്ച് വെൽഡ് ചെയ്തിട്ട് ഇതിനെ ഫിക്സ്ഡ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നാണ് നമ്മൾ ചെറിയൊരു പട്ടയം കൂടി ഇട്ടിട്ട് അവിടെ വെൽഡ് ചെയ്ത് ഇത് ഫിക്സ് ആക്കും. കേബിള് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പ്രിങ്ങിൻ്റെ സൈക്കിൾ സ്റ്റാൻഡിൻ്റെ ഒക്കെ വരുന്ന സ്പ്രിങ് പോലത്തെ സ്പ്രിങ്ങിൽ നിന്ന് ഒരേ ലെയർ കട്ട് ചെയ്തെടുത്തിട്ട് അയ റൗണ്ട് ആയിരിക്കുള്ളൂ ഇവിടെ ഇങ്ങനെ വെൽഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വെൽഡ് ചെയ്യണം. ആ വെൽഡ് ചെയ്യുന്നതിലേക്ക് കിടക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പ്രകാരം GIയുടെ ചെറിയ പീസ് ഈ പൈപ്പിൻ്റെ അഗ്രഭാഗത്ത് വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് പ്ലക്കറിൻ്റെ ഈ അറ്റത്ത് കുറച്ച് വലിയ ടൈപ്പിലാണ് നമ്മൾ ടീത്ത് ചെയ്തിട്ടുള്ളത്. ഈ 3 ചെറുതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റെസ്ക്യൂ പ്രവർത്തനത്തിനൊക്കെ സ്നേഹിനെയൊക്കെ പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ അതിലേക്ക് അധികം മുറിവേൽക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് അഗ്രഭാഗം ഈ തരത്തിലേക്ക് ആക്കിയിട്ടുള്ളത്. ഇത് ഇവിടെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിലെ വലിയ വലിയ പാമ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അയറ്റങ്ങ് കക്കിപ്പോവും, ഇതിൽ നിന്ന് കക്കിപ്പോവും. അപ്പോൾ ഈ ഭാഗത്തേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അയറ്റങ്ങ് പെട്ടെന്ന് കക്കിപ്പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ അഗ്രഭാഗം കുറച്ച് നീളം കൂട്ടി ചേർത്തുള്ളത്. 1 സൈഡ് മാത്രമേ ടീത്തുകൾ കൊടുത്തിട്ടുള്ളൂ. ഈ സൈഡ് നമ്മൾ ടീത്ത് കൊടുത്തിട്ടില്ല. ഈ സൈഡ് ഫിക്സ്ഡ് ചെയ്ത സൈഡാണ്. ഈ സൈഡാണ് മൂവ്മെൻ്റ് ഉള്ള സൈഡ്. അപ്പോൾ ഇത് ഈ ഭാഗം വഴിക്കുള്ള നമ്മൾ അടിഭാഗത്ത് കൂടെ ഇങ്ങനെയാണ് കോരുന്നത്. എന്നിട്ട് ഇതിലാണ് നമ്മൾ സ്പ്രിങ് ഇതിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ സ്പ്രിങ് ലോഡ് ചെയ്യുന്നത്. അത് നമ്മൾ ബൈക്കിൻ്റെ ഒക്കെ ബ്രേക്കും ലിവറിൽ വരുന്നൊരു സ്പ്രിങ്ങാണിത്. ഇതാണ് നമ്മൾ ഇതിനോട് യൂസ് ചെയ്യുന്നത്. ഇത് ഈ ഭാഗത്ത് വെച്ചിട്ട് ഇതിൽ നമ്മൾ കേബിള്
കോർത്തിട്ട് കേബിൾ പോകാനുള്ള ഫിക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്പ്രിങ്ങിൻ്റെ തന്നെ ഒരു ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് വെൽഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ കേബിൾ കടത്തി വിട്ടിട്ട് അറ്റത്ത് ബൈക്കിൻ്റെ ഈ ലിവറിലേക്കാണ് നമ്മൾ കേബിൾ കണക്ഷൻ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് പിടിപ്പിക്കാം. അതിനുശേഷം ഇതൊന്ന് മൊത്തം ഒന്ന് മറിച്ചൊന്ന് പെയിൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഈ കേബിള് ഏഷ്യറിൻ്റെ ഒക്കെ വരുന്ന കേബിളാണ്. കുറച്ച് വലിയ കേബിളാണ്. നമ്മൾ പഴയ കേബിൾ ഔട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇന്നർ നമ്മൾ ഓട്ടോയുടെ ഇന്നറാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഔട്ടർ നമ്മൾ പഴയത് വർക്ക്ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് നമുക്ക് ഇന്ന് കുറച്ച് പണിയെടുക്കേണ്ട വരുന്നത്. അതിൻ്റെ പേരിലാണ് ഇങ്ങനെ പണിയെടുക്കേണ്ട വന്നത്. ഇല്ല നമുക്ക് ഇതേപോലെ വരില്ല. ലിവർ പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഔട്ടർ ഈ സ്പ്രിങ്ങിൻ്റെ ഹോളിലൂടെ ഏറ്റത്തേക്ക് നീട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലൂടെ ഇന്നർ കോർക്കണം. നമ്മുടെ സ്നേക്ക് സ്റ്റിക്കിൻ്റെ എല്ലാ വർക്കുകളും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പച്ച കളറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ റെസ്ക്യൂ പ്രവർത്തനത്തിന് വേണ്ടി പോകുന്നതിൽ ഗ്രീൻ കളറാണ് നമ്മൾ പെയിൻ്റ് അടിക്കാൻ വേണ്ടി പോകുന്നത്. ഈ സൈഡിൽ നമ്മൾ ലിവർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. നല്ല ലോഡ് എടുക്കുമായിട്ടത്ത് ശരിക്കും ലോഡ് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുകൊണ്ട് എന്തൊക്കെ ഉപയോഗം ഉണ്ടെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം. നമ്മുടെ സ്നേക്ക് സ്റ്റിക്കിൻ്റെ കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ടുണ്ട്. പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. പെയിൻറ്റിങ് നമ്മൾ കേബിളടക്കം പച്ചക്കളർ അടിച്ചിട്ടാണ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് അതൊക്കെ നമുക്ക് നോക്കണം. ഫസ്റ്റ് തന്നെ നമുക്കിപ്പോൾ ഇവിടെ പാമ്പിനൊന്നും നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഈ സപ്പോർട്ട നമുക്കൊരു സപ്പോർട്ട കുറച്ച് നോക്കാം. നമ്മുടെ സപ്പോർട്ട വളരെ ചെറുതാണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് ചെയ്യുന്നത്. സപ്പോർട്ട വളരെ സിമ്പിളായിട്ട് നമുക്ക് പൊട്ടിച്ചിട്ട് താഴ്ത്ത് വീഴാതെ തന്നെ നമുക്ക് ഈ സാധനത്തിന് പതുക്കെ ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് താറാവുകളുണ്ട്. ഈ താറാവ് മിക്കപ്പോഴും ഈ തോട്ടിലാണ് ഇറങ്ങുകയും ഈ തോട്ടിലേക്ക് തന്നെ കൂടുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് മിക്ക താറാവും
മുട്ടയിടുക തോട്ടിലാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ മുട്ടയെടുക്കാൻ പറ്റാറില്ല. ഏകദേശം കുറേയൊക്കെ ഇറങ്ങിയിട്ട് വേണം മുട്ട എടുക്കണമെങ്കിൽ. ഇപ്പം നമ്മൾ ഈ സ്റ്റേക്ക് ഉണ്ടാക്കിയതിൻ്റെ പേരിൽ നമുക്ക് ജസ്റ്റ് മുട്ട ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റിക്ക് വെച്ച് നമുക്ക് അതുകൊണ്ട് എത്രത്തോളം എളുപ്പത്തിൽ എടുക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആ കൂട്ടത്തിൽ വല്ല പാമ്പുകൾ ഉണ്ടോ എന്ന് നോക്കാം. പാമ്പ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, 100% ചാൻസ് ഇല്ല. എന്തെങ്കിലും ഒരു പാമ്പിനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ പിടിക്കുന്നതൊക്കെ നമ്മൾ ആ സമയത്ത് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ജസ്റ്റ് തോട്ടിൽ വല്ല മുട്ട വല്ല ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് എടുക്കാം. ഒരു മുട്ട അവിടെ ഉണ്ട്. ഓക്കെ, ഏകദേശം ഒരു 2-4 മുട്ട ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പാവലൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ മീൻ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടാണ് സാധാരണ എടുക്കാറ് ഈ സാധനങ്ങൾ, ഈ മുട്ട എടുക്കാറ്. സിമ്പിളായിട്ട് നമുക്ക് പോകാം. സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൊടിഞ്ഞു പോകുന്നു. ഇത്രയും ഇതാണ്. ജസ്റ്റ് നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൂടുതൽ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ജസ്റ്റ് നമ്മൾ വെറുതെ ഒന്ന് അമർത്തിയാൽ മതി. ഇതൊക്കെ എടുക്കുമ്പോൾ മൊത്തത്തിൽ എടുക്കുമ്പോൾ ഇനിയും ഇതേപോലെ അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 10-50 താറാവോളം നമുക്കുണ്ട്. ഏകദേശം മുട്ടകൾ ഉണ്ടാവാറുണ്ട്. മിക്ക മുട്ട നമുക്ക് കിട്ടാറില്ല. സാധാരണ അവിടെയൊക്കെ ഭയങ്കര ചെളിയാണ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. ചെറിയ സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് പാമ്പിനെ പിടിക്കുക മാത്രമല്ല, ഇതേപോലെ നമുക്ക് മുട്ട എടുക്കാം. അതേപോലെ നമ്മൾ ഓരോ പർപ്പസ് അനുസരിച്ച് നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. ഈ സ്നേക്ക് സ്റ്റിക്ക് എല്ലാവരുടെ വീട്ടിലും ഇതേപോലെ ഒരു സ്റ്റിക്ക് ഉണ്ടാക്കി വെക്കുന്നത് വളരെയധികം ഉപകാരപ്രദമാണ്. നമുക്ക് പാമ്പൊക്കെ പെട്ടെന്ന് വല്ല രാത്രികളിലൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊല്ലുകയല്ല, ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഐറ്റങ്ങളെ പിടിച്ചുകൊണ്ട് പുറത്ത് നമുക്ക് വല്ലവർക്കും വേണ്ടി കളയാൻ പറ്റും. അപ്പോൾ പരമാവധി നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും പുതിയ വീഡിയോകളുമായി ഞങ്ങൾ എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. അതുവരേക്കും ഗുഡ് ബൈ.